ടിമ്മിയുടെയും ബെല്ലയുടെയും സാഹസികത. ഒരു ചെറിയ സമാധാനപരമായ ഗ്രാമത്തിൽ ടിമ്മിയും ബെല്ലയും എന്നു പേരുള്ള രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പര്യവേക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരു ജിജ്ഞാസുവും ഭാവനാസമ്പന്നനുമായ ഒരു ആൺകുട്ടിയായിരുന്നു ടിമ്മി. അതേസമയം എല്ലാ പ്രശ്നങ്ങൾക്കും എപ്പോഴും പരിഹാരം കണ്ടെത്തുന്ന ദയയും ബുദ്ധിയും ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ബെല്ല. ഒന്നിച്ചാൽ അവർ ഒരു അജയ്യമായ ടീമായിരുന്നു. ഒരു ഉച്ചകഴിഞ്ഞ് ടിമ്മിയും ബെല്ലയും നിഗൂഢതകൾ നിറഞ്ഞതായി പറയപ്പെടുന്ന അടുത്തുള്ള വനം പര്യവേക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഒരു ചെറിയ ബാഗിൽ സാൻഡ്വിച്ചുകളും ഒരു വെള്ളക്കുപ്പിയും ഒരു ഫ്ലാഷ്ലൈറ്റും പായ്ക്ക് ചെയ്തു. അവർ കാടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇരുവരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മറഞ്ഞിരിക്കുന്ന പാതയിലേക്ക് എത്തിച്ചേർന്നു. നമുക്ക് ആ വഴി പിന്തുടരാം, ടിമ്മി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. എപ്പോഴും ജാഗ്രതയുള്ളവളായ ബെല്ല ഒരു നിമിഷം ആലോചിച്ച് തലയാട്ടി. നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് എന്ത് കണ്ടെത്താനാകുമെന്ന് അറിയില്ലല്ലോ. അവർ വളഞ്ഞുപുളഞ്ഞ പാതയിലൂടെ നടക്കുമ്പോൾ ചുറ്റും മരങ്ങൾ വളർന്നു വലുതാകുന്നത് പോലെ തോന്നി. കട്ടിയുള്ള ഇലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം പലയിടത്തും പതിച്ചിരുന്നു. പെട്ടെന്ന് അവർ ഒരു നേർത്ത ശ്രുതിമധുരമായ ശബ്ദം കേട്ടു. കാറ്റ് പോകുന്ന പോലെ മനോഹരമായ ഒരു രാഗമായിരുന്നു അത്. അത് എവിടെ നിന്ന് വരുന്നു? ബെല്ല ഉറക്കെ ആശ്ചര്യപ്പെട്ടു ചോദിച്ചു. ടിമ്മി ദൂരെ ഒരു വലിയ ഓക്ക് മരത്തിന് നേരെ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു, അത് അവിടെ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. അവർ വേഗത്തിൽ ഓക്ക് മരത്തിന്റെ അടുത്തേക്ക് പോയി. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമീപത്ത് ഒഴുകുന്ന ഒരു ചെറിയ തിളങ്ങുന്ന അരുവി കണ്ടു. അരുവിയുടെ അരികിൽ ചിറകുള്ള ഒരു ചെറിയ തിളങ്ങുന്ന ഫേറിയെ അവർ കണ്ടു. അവർ കേട്ട മനോഹരമായ ഇനം അവളുടേതായിരുന്നു. ഫേറി മുഖമുയർത്തി രണ്ട് സുഹൃത്തുക്കളെ നോക്കി പുഞ്ചിരിച്ചു. ഹലോ ടിമ്മിയും ബെല്ലയും, ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ടിമ്മിയും ബെല്ലയും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ? ടിമ്മി ഭയത്തോടെ ചോദിച്ചു. ഫേറി തലയാട്ടി. അതെ, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചും നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. സുഹൃത്തുക്കൾ കൗതുകത്തോടെ പരസ്പരം നോക്കി. അവർ ഫേറിയോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കായി ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സ്ഫടികം നഷ്ടപ്പെട്ടതിനാൽ കാടിന്റെ മാന്ത്രികത മങ്ങുന്നുവെന്ന് ഫേറി വിശദീകരിച്ചു. ക്രിസ്റ്റൽ ഇല്ലെങ്കിൽ സസ്യങ്ങൾ വളരുന്നത് നിൽക്കും, മൃഗങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടും. ടിമ്മിയും ബെല്ലയും ഉടൻ സഹായം വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ ക്രിസ്റ്റൽ കണ്ടെത്തും, അവർ പറഞ്ഞു. ഫേറി അവർക്ക് ഒരു ചെറിയ ഭൂപടവും കടങ്കഥയും നൽകി. ക്രിസ്റ്റൽ കണ്ടെത്താൻ ആകാശം നീലനിറമുള്ള സ്ഥലം അന്വേഷിക്കുക, പൂക്കൾ നൃത്തം ചെയ്യുന്നതും പക്ഷികൾ ഉച്ചത്തിൽ പാടുന്നതും ആയ സ്ഥലത്തു ഒരു വലിയ ഓക്കിന് താഴെയാണ് നിങ്ങളുടെ ഉത്തരം കിടക്കുന്നത്. സുഹൃത്തുക്കൾ ഫേറിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ അന്വേഷണത്തിന് പുറപ്പെട്ടു. വഴിയിലുടനീളം പസലുകൾ പരിഹരിച്ചും വെല്ലുവിളികളെ അതിജീവിച്ചും അവർ വനത്തിലൂടെ ഭൂപടം പിന്തുടർന്നു. അവർ ഒരു ദുർഘടമായ പാലം മുറിച്ചുകടന്നു. ഉയരമുള്ള കുറ്റിക്കാടുകൾക്കിടയിലൂടെ തങ്ങളുടെ വഴി കണ്ടെത്തി. ഒരു അണ്ണാൻ കുടുംബത്തെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ പോലും സഹായിച്ചു. ഒടുവിൽ അവർ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും തിളക്കമുള്ള നീലനിറത്തിലുള്ള ആകാശം തെളിഞ്ഞ സ്ഥലത്ത് എത്തി. ഇളം കാറ്റിൽ വർണ്ണാഭമായ പൂക്കൾ ആടുന്നു. മരച്ചില്ലകളിൽ നിന്ന് പക്ഷികൾ ആഹ്ലാദത്തോടെ ചിലച്ചു. അവിടെ മധ്യത്തിലായി കടങ്കഥയിൽ നിന്നുള്ള വലിയ ഓക്ക് മരം നിന്നിരുന്നു. ടിമ്മിയും ബെല്ലയും മരത്തിന് ചുറ്റും തിരഞ്ഞു. കുറച്ചു കുഴിച്ചപ്പോൾ അതിന്റെ വേരുകൾക്ക് താഴെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ചെറിയ പേടകം കണ്ടെത്തി. ആ ചെറിയ പേടകത്തിനുള്ളിൽ മഴവില്ലിന്റെ എല്ലാ നിറങ്ങളിലും തിളങ്ങുന്ന ഒരു മിന്നുന്ന സ്ഫടികമുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടെത്തി, അവർ ഒരുമിച്ച് ആഹ്ലാദിച്ചു. സ്ഫടികം കണ്ട സന്തോഷത്തിൽ അവർ ഫേറിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. നിങ്ങൾ വനം സംരക്ഷിച്ചു, അവൾ പറഞ്ഞു. ഈ സമയം അവളുടെ ചിറകുകൾ കൂടുതൽ തിളങ്ങുന്നതായി അവർക്കു തോന്നി. അവരുടെ ധീരതയ്ക്കും കൂട്ടായ പ്രവർത്തനത്തിനും പ്രതിഫലമായി ഫേറി അവർക്ക് ഓരോ വരം നൽകി. ബെല്ലയ്ക്കൊപ്പം അനന്തമായ സാഹസികതകൾക്കായി ടിമ്മി ആഗ്രഹിച്ചു. കാട് എപ്പോഴും മാന്ത്രികവും ജീവൻ നിറഞ്ഞതുമായി തുടരണമെന്ന് ബെല്ല ആഗ്രഹിച്ചു. ഫേറി അവർക്കുള്ള വരം സാധ്യമാക്കി കൊടുത്തു. അന്നുമുതൽ വനം അവരുടെ പര്യവേക്ഷണത്തിനുള്ള പ്രിയപ്പെട്ട സ്ഥലമായി മാറി. അവർക്ക് നിരവധി സാഹസങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്നും അവസാനത്തേതിനേക്കാൾ ആവേശകരമായിരുന്നു. എന്നാൽ അവരുടെ സൗഹൃദമാണ് അവരെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വരം നേടാൻ അവരെ സഹായിച്ചതെന്ന് അവർക്കു മനസ്സിലായി. അങ്ങനെ ടിമ്മിയും ബെല്ലയും സന്തോഷത്തോടെ ജീവിച്ചു. അടുത്ത സാഹസികതയ്ക്ക് എപ്പോഴും തയ്യാറായിരുന്നു. ഒരുമിച്ച് അവർക്ക് എന്തും തരണം ചെയ്യാൻ കഴിയുമെന്ന് അറിയാമായിരുന്നു.